Good morning. എല്ലാവർക്കും പ്രഭാത വന്ദനം. It's a great privilege for me to be here this morning and share from God's word. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോടുകൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞത് ഒരു ബഹുമാനമായിട്ട് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. I've been associated with many of the local churches for the last 18-20 years really. And I think my uncle is a big part of that. So thank you for the opportunity to come. ഞാൻ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് കേരളത്തിലുള്ള സ്ഥലം സഭകളുമായിട്ട് പരിചയവും അങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നിങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളാണ്. നിങ്ങളോട് വചനം പറയുവാൻ കഴിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. I've been greatly encouraged and blessed by seeing what God has done in the local church movement over the last 30-40 years. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം സ്ഥലം സഭകളിലൂടെ ചെയ്ത വേലകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. So the theme that I have been given to speak on today is walking with God in mission. ദൈവം നമ്മളെ പരമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൽ നമുക്ക് എങ്ങനെയാണ് ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ മണിക്കൂറിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. So for that reason I've chosen Acts chapter 11 verses 19 to 30. അതിന് അടിസ്ഥാനമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ എത്ര വാക്യങ്ങളാണ്? 19 to 30. 19 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളാണ് ഈ സന്ദേശത്തിന് അടിസ്ഥാനമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതൽ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സോ യു വാണ്ട് മീ ടു റീഡ് ദാറ്റ്? യാ. Acts 11 verses 19 to അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്കിയ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരയുവാൻ തർസൂസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ ഉണ്ടായി. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിൻ്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാർ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. So in the book of Acts we see that God is building his kingdom. അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവം എങ്ങനെയാണ് തൻ്റെ രാജ്യം പണിയുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. Yeah, the church is the present form of the kingdom. God's rule on earth is through his local church. ഇന്ന് വർത്തമാനകാലത്ത് ലോകത്തിലെ ദൈവത്തിൻ്റെ ഭരണം ദൈവം നടത്തുന്നത് ദൈവത്തിൻ്റെ സഭയിലൂടെയാണ്. And God builds his kingdom, extends his kingdom, expands his kingdom
through church planting, through planting of other churches. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വർധനവ് ഇന്ന് വർത്തമാനകാലത്ത് നടക്കുന്നത് പുതിയ പുതിയ സഭകൾ ഓരോ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ടാണ്. So in this text, I want to just talk about mainly three things. First, how God uses ordinary people to plant churches. ഞാൻ ഈ വാക്യങ്ങളെ അധികരിച്ച് നിങ്ങളോട് 3 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആശയം എങ്ങനെ ദൈവം സാധാരണക്കാരായ മനുഷ്യരെ ഉപയോഗിച്ച് ദൈവസഭകളെ തുടങ്ങുവാൻ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. So God uses ordinary people to plant churches, but God brings gifted men to strengthen healthy churches. ദൈവസഭകളെ ദൈവം ആരംഭിക്കുന്നത് സാധാരണ മനുഷ്യരിലൂടെ, സാധാരണ വിശ്വാസികളിലൂടെയാണ്. എന്നാൽ ആ സഭകളെ പണിയുവാനും ബലപ്പെടുത്തുവാനുമായിട്ട് ദൈവം പ്രത്യേക കൃപ നൽകിയ മനുഷ്യരെ ഉപയോഗിക്കുന്നു. And thirdly, God will produce radical Christ-likeness in the church. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം അത്ഭുതകരമായി ദൈവമക്കളുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം വളർത്തിയെടുക്കുന്നു എന്നതാണ്. When God does these things, the kingdom of God expands. അങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ലോകത്തിൽ വർദ്ധിക്കുന്നു എന്ന് പറയാം. So let's look at the first point. God uses ordinary people to plant churches. അതിൽ ആദ്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവം സഭകളെ തുടങ്ങുവാൻ ഉപയോഗിക്കുന്നത് സാധാരണ വിശ്വാസികളെ ആണ്. So if you look at what happened in the chapters before this, we saw that Jesus ascended into heaven and told his witnesses that they will be his witnesses from Jerusalem, Judea, Samaria and to the ends of the earth. ഇതിൻ്റെ മുൻപിലുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം, കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അതിനു മുന്നമേ കർത്താവിനോട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം, ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ ശിഷ്യന്മാരാകും എന്ന് പറഞ്ഞു. And after the day of Pentecost, the church explodes in Jerusalem with thousands and thousands of people coming to faith in Christ. പെന്തക്കോസ് നാളിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ സഭയിൽ ആയിരം ആളുകൾ വിശ്വാസികളായിട്ട് ദൈവസഭയിലേക്ക് ചേർന്നു. And even though there's persecution, the church continues to keep growing. അങ്ങനെ വിശ്വാസികൾ വർദ്ധിച്ചതനുസരിച്ച് പ്രതികൂലങ്ങളും വർദ്ധിച്ചു. എന്നാൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് പിന്നെയും വിശ്വാസികൾ വർദ്ധിക്കുകയുണ്ടായിരുന്നു. And at this time, the church has several thousand people, and so to manage a lot of the affairs, the church appoints 7 deacons. ദൈവത്തിൻ്റെ സഭ വളരെ വർദ്ധിച്ച കാലത്ത് പലവിധമായ ആവശ്യങ്ങൾ ഉടലെടുത്തു. അപ്പോൾ സഭയുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സഭയിലെ ഡീക്കന്മാരെ, ശുശ്രൂഷകന്മാരെ ആക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. So deacons like Stephen and Philip, very gifted men, and they are serving the church. വളരെ കൃപാവരങ്ങളുള്ളതായ സ്തേഫാനോസ്, അതുപോലെ ഫിലിപ്പോസ് മുതലായിട്ടുള്ള ആളുകൾ ശുശ്രൂഷകന്മാരായിട്ട് ദൈവസഭയിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. But then Stephen is martyred, and that begins a great persecution in the church. എന്നാൽ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസ് കൊല്ലപ്പെടുന്നു, അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. അതോടുകൂടെ ഒരു വലിയ പീഡ യെരുശലേമിലെ സഭയ്ക്ക് ഉണ്ടാകുന്നു. Not just a persecution, a great persecution. ഒരു സാധാരണ പീഡയല്ല, ഒരു മഹോപദ്രവം എന്ന് പറയാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പീഡയാണ് ദൈവസഭകൾക്ക് ഉണ്ടായത്. Why does this persecution take place? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു പ്രാതികൂല്യം അനുവദിച്ചത്? Sometimes God will ordain suffering for his people because the suffering enforces the missionary command to go. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതിനും അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നതിനും വേണ്ടിയാണ്. Remember when Jesus told his disciples, "You will be my witnesses in Jerusalem, Judea, Samaria and the ends of the earth." They had only gone as far as Judea and Samaria. They were not going further. അവിടെ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞപ്പോൾ
ഈ അവസരത്തിൽ നമ്മൾ നോക്കിയാൽ അവർ യെരുശലേമിലും പിന്നെ ജുദിയ സമരിയ എന്നൊക്കെ പറയുന്ന അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ ഈ ദൗത്യത്തെ ഗൗരവമായി എടുക്കുവാൻ അതുവരെയും അവർക്ക് സാധിച്ചിട്ടില്ല. It's like they were very happy to be in Israel for many years without any desire to go outside. അവർക്ക് വളരെ സൗകര്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തുണ്ട്. അതിന് വെളിയിലോട്ട് പോകാനുള്ള താല്പര്യം അവർക്കില്ല. And so God sends a persecution, not just a small persecution, a great persecution. അതുകൊണ്ട് ദൈവം ഒരു വലിയ ഉപദ്രവം, ഒരു വലിയ പീഡ ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് അയക്കുന്നു അല്ലെങ്കിൽ അനുവദിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. So then after this persecution, then they start going outside. അപ്പോൾ ഈ വലിയ പീഡയുണ്ടായപ്പോൾ അപ്പസ്തലന്മാർ ഒഴികെ ബാക്കിയുള്ള വിശ്വാസികൾ എല്ലാവരും ചിതറിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. And not everybody went. Most went only still within the borders of the country, but a few went outside the country. എല്ലാവരും ചിതറിപ്പോയി, അവർ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി. എന്നാൽ അതിൽ ചില ആളുകൾ ഇസ്രായേലിൻ്റെ അതിർത്തി വിട്ട് പിന്നെയും ദൂരേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. Sometimes if you don't go on your own will, God will push you out. നിങ്ങൾ പോകുവാനും സുവിശേഷം പറയുവാനും മടിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ദൈവത്തിന് തള്ളിവിടേണ്ടതായിട്ട് വരും. So I like what John Piper has written. He said, what obedience will not achieve, persecution will. മനുഷ്യർക്ക് ജോൺ പൈപ്പർ പറഞ്ഞൊരു പ്രസ്താവനയോട് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യരെ അനുസരിക്കാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ ഒരുപക്ഷെ അനുസരണത്തിന് ദൈവത്തിൻ്റെ പീഡ ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. So many of these believers came to the city of Antioch. So what do we know about the city? അതിൽ പല വിശ്വാസികളെ ഈ പീഡയുടെ ഫലമായിട്ട് അന്ത്യോക്യ എന്ന് പറയുന്ന നഗരത്തിലേക്ക് വന്നു. Well, we know that it was the third biggest city in the world. അന്ന് ആ ലോകത്തിൽ ഉള്ള മൂന്നാമത്തെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഏറ്റവും കൂടുതൽ ജനവാസമുള്ളതായിരിക്കുന്ന നഗരമാണ് അന്ത്യോക്യ എന്ന് പറയുന്ന നഗരം. There are about 500,000 people there from different parts of the world. ഏകദേശം 5 ലക്ഷം ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകൾ അന്ത്യോക്യയിൽ താമസിച്ചിരുന്നു. There were people from Europe, Africa, India, and even as far as China. അന്ന് അന്ത്യോക്യയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, ചൈനയിൽ നിന്ന് ഒക്കെയുള്ള ആളുകൾ അന്ത്യോക്യയിൽ ഉണ്ട്. And so a remarkable fact about some of these men who planted the church at Antioch is that they are just ordinary people. അന്ത്യോക്യയിലെ സഭയുടെ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചാൽ അതിലെ ഏറ്റവും രസകരമായിരിക്കുന്ന കാര്യം അന്ത്യോക്യയിലെ സഭയുടെ സ്ഥാപനത്തിനായിട്ട് ദൈവം ഉപയോഗിച്ചത് സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികളെയാണ്. They are not apostles. They are not even deacons. അവിടെയുള്ള അന്ത്യോക്യയിലെ സഭയുടെ സ്ഥാപനത്തിൽ ഉപയോഗിച്ചത് അപ്പോസ്തലന്മാരെ അല്ല, അവിടെയുള്ളതായിരിക്കുന്ന മറ്റ് പ്രമുഖന്മാരായിരിക്കുന്ന ആളുകളെ അല്ല, ശുശ്രൂഷകന്മാർ ഡീക്കന്മാരെ പോലുമല്ല എന്ന് പറയാം. No, they are an army of unknown, unnamed Christians. അന്ത്യോക്യയിലെ സഭയുടെ സ്ഥാപനത്തിനായിട്ട് ദൈവം ഉപയോഗിച്ചത് പേര് അറിവില്ലാത്ത അല്ലെങ്കിൽ പേര് പ്രസിദ്ധപ്പെടാത്തതായിരിക്കുന്ന ചില സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികളാണ് അന്ത്യോക്യയിലെ സഭയുടെ സ്ഥാപനത്തിന് കാരണമായി തീർന്നത്. These are the people who God uses to plant the church. ദൈവത്തിൻ്റെ സഭകളെ സ്ഥാപിക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരെയാണ്. So they're making disciples by first mostly evangelizing Jews. അവർ അന്ത്യോക്യയിൽ ചെന്ന സമയത്ത് ആരംഭകാലത്ത് യഹൂദന്മാരോട് മാത്രമാണ് അവർ സുവിശേഷം പറഞ്ഞത് എന്ന് നമ്മൾ വായിക്കുന്നു. And that's a good thing because, you know, even Paul, he would say, you know, the gospel is for the Jew first and also to the Greek. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു സമീപനമാണ്. അപ്പോസ്തലനായ പൗലോസും തൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യമേ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് യഹൂദന്മാരുടെ മധ്യത്തിലാണ്, യഹൂദ പള്ളികളിലാണ്. And Paul would always go to the synagogue before he went outside. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പൗലോസ് ചെല്ലുന്ന ഇടങ്ങളിൽ ഒരു യഹൂദ പള്ളിയുണ്ടോ എന്ന് താൻ അന്വേഷിക്കും. അതിനുശേഷമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നത്. But the problem is even here most of them are evangelizing only Jews. ഇവിടെ അന്ത്യോക്യയിലെ കാര്യം നോക്കിയാൽ അവിടെ ചെന്ന യഹൂദന്മാരായിരിക്കുന്ന വിശ്വാസികൾ യഹൂദന്മാരായിരിക്കുന്ന ആളുകളോട് മാത്രമേ സുവിശേഷം പറഞ്ഞുള്ളൂ. But there were other men from Cyprus and Cyrene. എന്നാൽ സൈപ്രസ് അതുപോലെ തന്നെ സൈറീൻ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ചില വിശ്വാസികളുണ്ടായിരുന്നു. Now Cyprus is an island in the Mediterranean and Cyrene is in modern day Libya.
ഈ സൈറീൻ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലം ഇന്നത്തെ ലിബിയ എന്ന് പറയുന്ന സ്ഥലമാണ്. സൈപ്രസ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ആഴിയിലുള്ള ഒരു ചെറിയ ദ്വീപാണ്. They're originally from those places, but they were part of the church in Jerusalem. അവര് ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. എന്നാൽ യെരുശലേമിലുള്ള സഭയുടെ അംഗങ്ങളായിരുന്നു ഈ ചിതറിപ്പോയതായ വിശ്വാസികൾ. And so when the persecution happened, when they were scattered, you would think that these people would go back to their native place. ഇവിടെ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടായപ്പോഴേ എന്നാൽ യെരുശലേമിൽ പ്രയാസമാണ്, ശരി നമ്മുടെ നാട്ടിലേക്ക് തന്നെ സ്വന്തം നാട്ടിലേക്ക് പോയേക്കാം എന്നവർ തീരുമാനിച്ചില്ല. But instead they went to Antioch, the third biggest city in the world. അവർ സ്വന്തം നാട്ടിലേക്ക് പോകാതെ അന്ത്യോക്യ എന്ന് പറയുന്ന ഈ പ്രമുഖമായിരിക്കുന്ന നഗരത്തിലേക്കാണ് അവർ പോയത്. And it was these brothers that started talking to the Greeks. അപ്പോൾ ഈ സൈറീനിലും അതുപോലെ തന്നെ സൈപ്രസിൽ നിന്നുള്ളതായിരിക്കുന്ന സഹോദരന്മാരാണ് അന്ത്യോക്യയിലുള്ളതായിരിക്കുന്ന യവനന്മാരോടും സുവിശേഷം പറയാനായിട്ടുള്ള ധൈര്യം കാണിച്ചത്. You know, if you ask people today, oh, what do you need in order to plant a church? A lot of people will give many different answers. ഇന്ന് നമ്മുടെ വിശ്വാസികളോട് ചോദിക്കുക, ഒരു സഭ തുടങ്ങാനായിട്ട് എന്താ ചെയ്യേണ്ടത്, അതിനുള്ളതായിരിക്കുന്ന മുഖാന്തരം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് അതിന് നൽകുക. Oh, you need this very famous person who is a very powerful preacher. ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു നല്ല പ്രസംഗകനെ അറിയാം. Or you need, some people say, oh, you need a good music team to attract people. അല്ലെങ്കിൽ പറയും നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന നല്ല പാട്ട് പാടാൻ കഴിവുള്ള കുറേ പേരെ നമുക്ക് വേണം. Or some people say, oh, you need a building. അല്ലെങ്കിൽ പറയും നമുക്ക് ആദ്യമേ ഒരു വലിയ സഭാകോളങ്ങ് പണിയാം. Or some people will say, oh, you need a lot of American friends who can help support the മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാരെ പരിചയം ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ സഭ തുടങ്ങാനായിട്ടുള്ള കാശ് തരാനുള്ള സാധ്യതയും ഉണ്ട്. But God is teaching us here that God can build His kingdom through church planting, through ordinary men using the same ordinary means, just preaching the gospel one person at a time. എന്നാൽ അന്ത്യോക്യയിലെ സഭയിൽ തുടങ്ങിയപ്പോഴേ അവിടെ പ്രമുഖന്മാരായിരിക്കുന്ന പ്രസംഗകന്മാരില്ല, മ്യൂസിക് ടീമില്ല, ബിൽഡിംഗ് ഇല്ല, ഇതൊന്നുമില്ല. സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികൾ സാധാരണക്കാരായ മനുഷ്യരോട് സുവിശേഷം പറയുകയും അവർ സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നതാണ് സഭാസ്ഥാപനത്തിനുള്ള മുഖാന്തരമായി ഇവിടെ നമ്മൾ കാണുന്നത്. That's what it says. This says these people, they spoke the word. That means they preached the gospel. അവര് വചനം പ്രസംഗിച്ചു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം സുവിശേഷം പറഞ്ഞു എന്നാണ്. They would have told that God is a holy God. We are all sinners, but Jesus Christ was God, became man. He died for our sins and rose again on the third day. If you believe in Him, you will be saved from your sins. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയായിരിക്കും, ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്, നമ്മളെല്ലാവരും പാപികളാണ്, എന്നാൽ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവനിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരും, നിങ്ങൾക്ക് ദൈവമക്കളായി തീരാൻ കഴിയും എന്നുള്ള കാര്യം ഈ സാധാരണക്കാരായ വിശ്വാസികൾ സാധാരണക്കാരായ മനുഷ്യരോട് പറഞ്ഞപ്പോൾ അവർക്കത് ബോധ്യപ്പെടുകയും അവർ വിശ്വാസികളായി തീരുകയും ചെയ്തു. And so they did this. Now, of course, when you share the gospel, we are just the instrument. God is the one that actually has to change the heart so that they can believe. സുവിശേഷം നമ്മൾ പറയുമ്പോൾ നമ്മൾ സുവിശേഷം പറയുന്നതിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. ആളുകളെ രക്ഷിക്കുന്നതും കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ ദൈവം തന്നെയാണ്. ദൈവം ഈ സുവിശേഷത്തെ മനുഷ്യരുടെ ഹൃദയങ്ങൾ ഉപയോഗിച്ച് അവരെ രൂപാന്തരപ്പെടുത്തി അവരെ വിശ്വാസികളാക്കുക എന്നുള്ളത് ദൈവത്തിന് പണിയാണ്. You can build a ship and build the sails, but only the wind can make the ship move. നമുക്ക് കപ്പൽ പണിയാം, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെങ്കിൽ ഈ കപ്പൽ ചലിക്കണമെങ്കിൽ കാറ്റ്, പണ്ട് കാലത്ത് കാറ്റ് അടിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അതാണ് ഈ കപ്പലിനെ ചലിപ്പിക്കുന്നത്. It's not because of our great presentation or even our passion in sharing the gospel or even our godly character. Salvation has to come from the Lord. നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ സുവിശേഷം പറയുന്നതിൻ്റെ ആവേശമോ സുവിശേഷം പറയുന്നതിനുള്ള മറ്റ് ക്രമീകരണങ്ങളോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം പറഞ്ഞ സുവിശേഷത്തെ ഉപയോഗിച്ച് മനുഷ്യർക്കത് ബോധ്യപ്പെടുത്തി അവരെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ പണിയാണ്. And that's why it says in verse 21, it says, and the hand of the Lord was with them. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. And a great number who believed turned to the Lord. ഒരുപാട് മനുഷ്യരെ വിശ്വസിച്ച് കർത്താവിൻ്റെ പക്ഷത്തേക്ക് ചേർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്.
No, God doesn't have a literal hand. This is a figure of speech. കർത്താവിന് അങ്ങനെ കൈകളുണ്ട് എന്നുള്ളതല്ലല്ലോ ആ വാക്യത്തിലെ അർത്ഥം. പിന്നെയോ ദൈവം അവർക്ക് അനുകൂലമായിരുന്നു, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. Yeah, the picture is God is taking you by the hand and leading you somewhere. അപ്പം ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഈ മനുഷ്യരുടെ കൈക്ക് പിടിച്ച് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ അവരെ കൊണ്ടുപോയി ആരോടൊക്കെയാണോ സുവിശേഷം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി ദൈവം തന്നെ ഈ കാര്യം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. The hand of the Lord was with them. That's the reason why many of these people came to believe. ഒരുപാട് മനുഷ്യര് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വിശ്വസിച്ച് വരാനുള്ള കാരണം ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. The hand of the Lord refers to his power to make things happen. God is the one who draws men to himself. ദൈവമാണ് മനുഷ്യരെ രക്ഷിക്കുന്നത്, ദൈവമാണ് തൻ്റെ അടുക്കിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. You know, one of the remarkable things about that statement, the hand of the Lord, is that it's in the context of intense persecution. അവിടെ ഈ ദൈവത്തിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു പ്രസ്താവന അതിഭയങ്കരമായിരിക്കുന്ന മതപീഡയുടെ മധ്യത്തിലാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. People have been fleeing for their lives. They've escaped their homeland and they're living as strangers in a new city. മനുഷ്യരുടെ പീഡ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സ്വന്തം നാടും വീടും വിട്ട് ഓടി ഒരു മഹാനഗരത്തിൽ വന്ന് അവർ താമസിക്കുകയാണ്. അവർക്ക് ജീവിതത്തിലുള്ളതായിരുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. But for these people it says the hand of the Lord was with them. എന്നാൽ ഇവിടെ ലൂക്കോസ് പറയുന്നത് എന്നാൽ ഈ പരദേശികളായി പാർക്കുന്ന ഈ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു എന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. Normally we'll think, normally we think, the hand of the Lord is with someone if they got a promotion at work. ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന കാര്യം അവന് ജോലിയിൽ ഒരു ജോലിക്കയറ്റം കിട്ടി, അപ്പോൾ ദൈവത്തിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. Or their business becomes very successful. അവരുടെ ബിസിനസ്സിൽ ഭയങ്കര അഭിവൃദ്ധി, ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു. Or they got admission in the best college. അവർക്ക് ഏറ്റവും നല്ല കോളേജിൽ, മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി, ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു. But if you lost your home or you were kicked out by your family and you're living as a refugee in another country, would you say the hand of the Lord is with them? നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചിറക്കി വിടുന്നു, നിങ്ങൾ ഒരു അന്യ പട്ടണത്തിൽ പരദേശികളായിട്ട് അഭയാർത്ഥികളായിട്ട് താമസിക്കാനിടമില്ലാതെ താമസിക്കുന്നു. ആ അവസരത്തിൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ? Yeah, because we wrongly associate the hand of the Lord with our circumstances. പലപ്പോഴും ദൈവത്തിൻ്റെ കരമുണ്ട് എന്നത് നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാണ് എന്ന നിലയിലാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. But this text teaches us that if you are doing kingdom work, then the hand of the Lord is with you. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. Is the hand of the Lord on the local churches of Kerala today? എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ സ്ഥലസഭകളോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടോ? If you are doing the work of evangelism, then the hand of the Lord is on you. നിങ്ങൾ സുവിശേഷത്തിൻ്റെ സന്ദേശവാഹകന്മാരാണ് എങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങളോട് ഉണ്ട്. The hand of the Lord is with them because this is how God is building his kingdom, through the planting of churches. സുവിശേഷം പറയുക, സഭ സ്ഥാപിക്കുക, ദൈവരാജ്യത്തിന് വളർച്ച ഉണ്ടാക്കുക, അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം ദൈവമക്കളോടുകൂടെ ഇരിക്കുന്നത്. And the result is that there was large scale conversions in the city, it says. അന്ത്യോക്യയിൽ അതിൻ്റെ ഫലമായിട്ട് ധാരാളം മനുഷ്യര് സുവിശേഷം വിശ്വസിച്ച് അങ്ങനെ വിശ്വാസികളായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. And this church, planted by ordinary unnamed Christians, becomes the most famous church in the world. അങ്ങനെ സാധാരണക്കാരായ വിശ്വാസികൾ സാധാരണക്കാരായ മനുഷ്യരോട് സുവിശേഷം പറഞ്ഞ് ആ നിലയിൽ മനുഷ്യരെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളായി തീർന്ന് സഭയായിട്ട് ഒരുമിച്ച് കൂടിയ ആ സഭ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സഭയായിട്ട് തീർന്നു. Do you think God can only use you only if you have extraordinary gifts? പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ,
നിങ്ങൾക്ക് അസാധാരണമായിരിക്കുന്ന വ്യക്തിപ്രഭാവവും കഴിവുകളും അങ്ങനെയുള്ള കൃപകളും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ ഒക്കൂ എന്നാണോ നിങ്ങളുടെ വിചാരം? Oh, for God to use me, I need to go to Bible college. ദൈവത്തിന് എന്നെ ഉപയോഗിക്കണമെങ്കിൽ ഞാനൊരു ബൈബിൾ കോളേജിൽ പോയി ഒരു ഡിഗ്രി എങ്കിലും കുറഞ്ഞ പക്ഷം സമ്പാദിക്കണം. Or for God to use me, I need to be an extroverted person. അതുപോലെ തന്നെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ആളുകളെ കണ്ടാൽ എന്നെ കാണുമ്പോൾ തന്നെ ആൾക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു മനുഷ്യനായിരിക്കണം. Oh, for God to use me, I need to know apologetics. അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ ഉപയോഗിക്കണമെങ്കിൽ തർക്കശാസ്ത്രത്തിൽ ഞാൻ വിദഗ്ധനായിരിക്കണം. No, God needs ordinary people എന്നാൽ to അതൊന്നും proclaim Christ. സുവിശേഷ വേലയ്ക്ക് അനിവാര്യമല്ല. സാധാരണക്കാരായ വിശ്വാസികളെ, സുവിശേഷം പറയാൻ മനസ്സുള്ളവരെ സുവിശേഷത്തിൻ്റെ വർധനവിനും സഭാസ്ഥാപനത്തിനുമായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. So God uses ordinary people to plant churches, but He does not leave it there, because when something is born, it's a baby, and babies need to be nourished and grow before it can be useful. സാധാരണക്കാരായ മനുഷ്യരാണ് ഈ സഭ സ്ഥാപിച്ചത് എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഒരു സഭ തുടങ്ങുമ്പോൾ അതൊരു ശിശുവിനെ പോലെയാണ്. ശിശു ജനിച്ചു കഴിയുമ്പം ആ കൊച്ചിനെ നമുക്ക് വെളിയിലിട്ടേക്കാൻ പറ്റുമോ? അതിനെ വളർത്തണ്ടേ? അതിനുള്ളതായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. And so that leads us to the second point, how God brings gifted men to strengthen the church. അതുകൊണ്ട് രണ്ടാമത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ സഭയെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ശക്തിപ്പെടുത്തുവാൻ, അതിനെ പണിയുവാൻ, ആത്മീക വർധന വരുത്തുവാൻ കൃപയുള്ളതായിരിക്കുന്ന ദൈവ മനുഷ്യരെ അവിടേക്ക് ദൈവം അയക്കുന്നു എന്നതാണ് രണ്ടാമത് ഞാൻ പറയുന്നത്. So here we have a newly planted church, is planted by unknown men and women, and there are no leaders. ഇവിടെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ സഭയുടെ സ്ഥാപനം. അവരുടെ പേരൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ സഭയിലെ നേതാക്കന്മാരില്ല. But a lot of people are talking about this church in Antioch. You know, it's going viral. അന്ത്യോക്യയിലെ സഭയെ സംബന്ധിച്ച് അന്ത്യോക്യ നഗരത്തിൽ അതൊരു സംസാര വിഷയമായി. അത് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ കാര്യം വൈറലായി എന്ന് നമുക്ക് പറയാം. And so this news reaches the church at Jerusalem. It reaches the ears of the church in Jerusalem, it says. അവിടെ ഈ വാർത്ത അന്ത്യോക്യയിൽ മാത്രമല്ല, അതിങ്ങനെ പരന്ന് യെരുശലേമിലുള്ള സഭയുടെ ചെവിയിൽ എത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. Now remember, the church in Jerusalem is the church with all the apostles in it. യെരുശലേമിലെ സഭയിൽ അന്ന് അപ്പോസ്തലന്മാരെല്ലാവരും യെരുശലേമിലാണ്. All the apostles. എല്ലാ അപ്പോസ്തലന്മാരും യെരുശലേമിലാണ്. And they hear about it. These are the foundation stones of the church, and they're like, who planted this church? അവിടെ യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ അവിടെ ഇരിക്കുകയാണ്. അവർ കേൾക്കുന്നു അന്ത്യോക്യയിൽ ഒരു സഭ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. അവർ ചോദിക്കുക, ആരാ ഈ സഭ തുടങ്ങിയത്? Did you plant this church? അപ്പോസ്തലന്മാർ, നീയാണോ സഭ തുടങ്ങിയത്? I didn't plant this church. അവൻ ഒരു അപ്പോസ്തലൻ പറയും, അയ്യോ ഞാനല്ല. Okay, if it wasn't you, it wasn't me. Who planted it? We need to find out. അവിടെ ആരാ സഭ തുടങ്ങിയതെന്നുള്ളതിന് ഒരു തർക്കമായി. അവർ പറഞ്ഞു, ശരി, ആരാ തുടങ്ങിയതെന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം, നമുക്ക് അതൊന്ന് മനസ്സിലാക്കണം എന്നവർ തീരുമാനിച്ചു. Now this is a special kind of church to them, because before this all the believers were either Jews or God-fearers like Cornelius. അപ്പോൾ ഈ അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ കേട്ടത് അന്ത്യോക്യയിലെ സഭ വളരെ വിശേഷതയുള്ളൊരു സഭയാണ്. ഇന്നു വരെ സഭയെന്ന് പറഞ്ഞാൽ യഹൂദന്മാരോ യഹൂദ മതാനുസാരികളോ ആയിരിക്കുന്ന ആളുകളാണ്. ജാതികളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു സഭ എന്ന് പറയില്ല. So this is the first time that the gospel has been preached to the non-God-fearers. അപ്പം അവിശ്വാസികളായിരിക്കുന്ന ലോകത്തിലുള്ള സാധാരണ മനുഷ്യര്, ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ആളുകൾ രക്ഷിക്കപ്പെട്ട് വന്ന ഒരു സഭയെന്ന് പറയുന്നത് അന്ത്യോക്യയിലെ സഭയാണ്. So they say we need to send somebody to verify all these things. അവർ പറഞ്ഞു, നമുക്ക് ആരെയെങ്കിലും ഒന്ന് അയച്ച് ഈ സഭ എന്തുവാ, ഇവിടുത്തെ പരിപാടികൾ എന്താണെന്നൊക്കെ ഒന്ന് അറിയണം, അതുകൊണ്ട് ആളുകളെ അവിടേക്ക് അയക്കണം എന്ന് തീരുമാനിച്ചു. And so they send Barnabas. അതുകൊണ്ട് അവർ ബർന്നബാസ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. And it says in verse 23a, when he came and saw the grace of God, he was glad. അവിടെ പറയുന്നത്, അവൻ വന്ന് അന്ത്യോക്യയിലെ ദൈവമക്കളുടെ നടുവിലുള്ള ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. The first thing he comes and does is he sees the grace of God. അവിടെ ബർന്നബാസിന് ദൈവകൃപ കാണാൻ പറ്റി എന്നാണ് നമ്മൾ വായിക്കുന്നത്. What does it mean to see the grace of God? ദൈവകൃപ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? It means to have a discerning spirit where you can see the evidences of God's grace in your life.
അതായത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മനുഷ്യരുടെ ജീവിതങ്ങളിൽ ദൈവം ഉളവാക്കുന്ന വ്യതിയാനങ്ങൾ, കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രദർശനം, അതാണ് ബർന്നബാസ് കണ്ടതായിരിക്കുന്ന ദൈവകൃപ എന്ന് പറയുന്നതാണ്. Barnabas means son of encouragement, and so he lived up to his name. ബർന്നബാസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രബോധനപുത്രൻ എന്ന് പറഞ്ഞാൽ ഉത്സാഹം പകരുന്നയാള് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. Barnabased them. യഥാർത്ഥത്തിൽ ബർന്നബാസ് അന്ത്യോക്യയിലുള്ള ആളുകളെ ബർന്നബാസിച്ചു അല്ലെങ്കിൽ ഉത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. That means he saw the grace of God in the life of the church and he encouraged them. ദൈവത്തിൻ്റെ കൃപ ഈ മനുഷ്യരുടെ നടുവിൽ ബർന്നബാസ് കണ്ടപ്പോൾ ബർന്നബാസിന് ഭയങ്കര സന്തോഷമായി. അവൻ പ്രബോധനപുത്രനാണ്, അവൻ ഉത്സാഹിപ്പിക്കുന്നവനാണ്, അവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് തുടങ്ങി. So how does God strengthen the church at Antioch? He brings Barnabas over to encourage them. എങ്ങനെയാണ് ദൈവം അന്ത്യോക്യയിലെ സഭയെ പണിതത്? ബർന്നബാസ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ അവരെ ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം കൊണ്ടുവന്നു. Now that Greek word for encourage is actually parakaleo. It's translated encourage in English, but it's actually much stronger than that. ഇവിടെ പ്രബോധനപുത്രൻ എന്ന് പറയുന്ന വാക്ക് വളരെ ശക്തമായിരിക്കുന്ന ഒരു വാക്കാണ്. പ്രബോധനം, ഉത്സാഹം എന്നൊക്കെ അതിനെ പരിഭാഷപ്പെടുത്താമെങ്കിലും അതിനേക്കാളും കവിഞ്ഞ ഒരു ഊർജം ആ വാക്കിൽ ഉണ്ട്. Yeah, parakaleo. Kaleo means to call, to command, to direct. പാര കലയോ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. കലയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക, കൊണ്ടുവരിക. പാര എന്ന് പറഞ്ഞാൽ സമീപത്ത്. അപ്പോൾ അവരെ ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു മനുഷ്യനെ വിളിച്ച് അവരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. But para means to come alongside. നമ്മളുടെ അടുക്കിലേക്ക് വരിക എന്നാണ് പാര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. So I think the English word beseech is a better translation. കിങ് ജെയിംസ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബിസീച്ച് എന്ന് പറയുന്ന വാക്ക് നല്ലതാണ്. മലയാളത്തിൽ പ്രബോധനം എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. So this kind of beseeching actually strengthens the local church. സ്ഥലം സഭകൾക്ക് ആത്മീയ വർധന ഉണ്ടാക്കുവാൻ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രബോധനങ്ങൾ കൂടിയേ തീരൂ. Yeah. Barnabas, he said, beseech them to what? Remain faithful to the Lord with steadfast purpose. അവിടെ ബർന്നബാസ് അവരോട് പറഞ്ഞത് ദൈവകൃപയിൽ നിലനിൽക്കുവാനായിട്ട് അവരെ പ്രബോധിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. He said, I'm so encouraged by your faithfulness to God. I see God's grace in your life. I beseech you, remain faithful, persevere. പറയുന്നത് എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അവരെ പ്രബോധിപ്പിച്ചു. And why did Barnabas do such parakalletic ministry? എങ്ങനെയാണ് ബർന്നബാസിന് ഇങ്ങനെയുള്ള പ്രബോധന ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചത്? Because it says he was a good man, full of the Holy Spirit and of faith. എന്ന് പറയുന്നത് അതേ ഒരു നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവ് ജ്ഞാനവും നിറഞ്ഞവനും ആയിരുന്നു. He's full of the Holy Spirit because the Holy Spirit is the great comforter, the great encourager. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ ആശ്വാസപ്രദൻ, പ്രബോധകൻ. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നത് ആത്യന്തികമായിട്ട് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനാൽ ബർന്നബാസ് നിറഞ്ഞയാളാണ്. When you are full of the Holy Spirit, you also will have no choice. You will gladly start to encourage people. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞാൽ നിങ്ങൾ അനേക മനുഷ്യർക്കൊരു വലിയ ഉത്സാഹമായിട്ട് തീരും. Because that's his nature. അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമാണ്. And so what happens after this encouragement from Barnabas? ബർന്നബാസ് ഇങ്ങനെ ഉത്സാഹിപ്പിച്ചതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? Verse 24b says, and a great many people were added to the Lord. എന്നിട്ട് 24 വാക്യത്തിൽ വായിക്കുന്നത് അനേകം പുരുഷന്മാരും വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്ന് നിന്നു. So evangelism causes the first wave of conversions. Now encouragement produces the second wave of conversions. സുവിശേഷത്തിന്റെ പ്രഘോഷണം സാധാരണ വിശ്വാസികളിൽ കൂടെ ആദ്യത്തെ ഉണർവിൻ്റെ കാറ്റ് ആ നിലയിലാണ് വന്നതെങ്കിൽ രണ്ടാമത്തെ ഉണർവിൻ്റെ കാറ്റ് വന്നത് ബർന്നബാസിന്റെ പ്രബോധനത്തിന്റെ ഫലമായിട്ടാണ്. രണ്ടാമത്തെ ഉണർവിൻ്റെ കാറ്റ് അവിടെ വരുന്നത്. See, Barnabas did not do any evangelism. He just beseeched them and that strengthened them so much, and now another wave of conversions. അപ്പം ബർന്നബാസ് സുവിശേഷം പറയാനായിട്ട് അന്ത്യോക്യയിൽ അങ്ങനെയൊന്നും പോയില്ല. പക്ഷേ അന്ത്യോക്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് പ്രബോധിപ്പിച്ചപ്പോൾ
സുവിശേഷ ഘോഷണത്തിൻ്റെ ഉണർവിൻ്റെ രണ്ടാമത്തെ കാറ്റ് അന്ത്യോക്യയിൽ വീശുന്നു എന്ന് കാണുന്നു. So God strengthens his church through a gifted man, Barnabas, and his encouragement. But secondly, God strengthens his church through a gifted teacher, Saul. എന്നിട്ട് ദൈവകൃപ അനുഭവിച്ചതായിരിക്കുന്ന ബർന്നബാസിൽ കൂടെയാണ് അന്ത്യോക്യയിലെ ആളുകളെ ദൈവം ഉത്സാഹിപ്പിക്കുന്നത്. രണ്ടാമത് ഈ ഉത്സാഹത്തിന് കാരണമായി തീർന്നത് പൗലോസ് അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിരിക്കുന്ന വേദ പണ്ഡിതൻ അല്ലെങ്കിൽ പ്രഗത്ഭനായിരിക്കുന്ന ഒരു അധ്യാപകനിലൂടെയാണ് രണ്ടാമത് അന്ത്യോക്യ സഭയുടെ ഉണർവ് അല്ലെങ്കിൽ അതിൻ്റെ പണി നടക്കുന്നത്. So let's read 25 and 26. 25-26 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. So Barnabas realizes there's so many people, I need a very gifted teacher. അവിടെ ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നപ്പോൾ എൻ്റെ ദൈവമേ എന്തോരം വിശ്വാസികളാണ്, തനിക്ക് തന്നെ ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം ബർന്നബാസിന് മനസ്സിലായി. ഇവരെ പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു നല്ല ഉപദേശകനെ ആവശ്യമാണ് എന്ന കാര്യം ബർന്നബാസിന് ബോധ്യമായി. And I know just the right man for the job. ഈ പണിക്ക് കൊള്ളാവുന്ന ഒരാളിനെ കുറിച്ചുള്ള ഓർമ്മ ബർന്നബാസിന്റെ ഹൃദയത്തിലേക്ക് വന്നു. But to get him, he has to travel all the way from Syria to Turkey. പക്ഷേ ഈ മനുഷ്യനെ കിട്ടണമെങ്കിൽ ഇപ്പൊ അന്ത്യോക്യയിൽ നിന്ന് തർസോസിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ സിറിയയിൽ നിന്ന് ടർക്കി വരെ പോകണം, നടന്നു പോകണം. He finds him, brings him back to Antioch, and they spend the next 1 year teaching the people. അവിടെ അന്ത്യോക്യയിൽ നിന്ന് ബർന്നബാസ് നടന്ന് തർസോസിൽ ചെന്ന് പൗലോസിനെ ശൗലിനെ കണ്ടു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അന്ത്യോക്യയിൽ വന്നു. ഒരു വർഷം മുഴുവനും അവര് അന്ത്യോക്യയിലുള്ളതായിരിക്കുന്ന ആളുകളെ ഉപദേശിച്ചു. I'm amazed at Barnabas's humility. ബർന്നബാസിന്റെ വിനയത്തെക്കുറിച്ച് എനിക്ക് വലിയ അത്ഭുതം തന്നെ തോന്നുന്നുണ്ട്. He could have said, I can handle the ministry. I don't need Saul. ഇത്രയും ആൾക്കാരെ കിട്ടി, നേതാവാകാനുള്ള അവസരവുമായി, പ്രസംഗിക്കാനുള്ള പുൾപിറ്റുമായി, ഇനി പൗലോസിനെ കൊണ്ടൊന്ന് വെറുതെ ശല്യം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? I can become the great leader of this church. People will watch my YouTube sermons. അവിടെ ബർന്നബാസ് അന്ത്യോക്യയിലെ മൂപ്പൻ അല്ലെങ്കിൽ പാസ്റ്റർ, അദ്ദേഹത്തിന് യൂട്യൂബ് സെർമൺ എല്ലായിടത്തും കേൾക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിരുന്നു. But he doesn't do that. Why? Because he's filled with the Holy Spirit, and so he serves generously and unselfishly. അവിടെ അങ്ങനെ ചെയ്യാനായിട്ട് ബർന്നബാസിന് കഴിഞ്ഞില്ല. കാര്യം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ പിന്നെ സ്വാർത്ഥതയല്ല, വ്യക്തി എനിക്കുള്ളതായ പുരോഗതി എങ്ങനെ വരുത്താൻ പറ്റും എന്നുള്ള ചിന്തയല്ല, ദൈവജനത്തെ എങ്ങനെ ശുശ്രൂഷിക്കാമെന്നുള്ള ചിന്തയാണ്. And so in the beginning, the only gifted men in this church are Barnabas and Saul. അവിടെ ഈ അന്ത്യോക്യ സഭയുടെ ആദ്യകാലത്ത് അവിടെയുള്ള പ്രത്യേകമായിരിക്കുന്ന നേതാക്കന്മാർ, ഉപദേശിക്കുവാൻ കഴിവുള്ള ആളുകൾ എന്ന് പറയുന്നത് ബർന്നബാസും ശൗലും അല്ലെങ്കിൽ പൗലോസുമാണ്. But over the course of that 1 year, they raised up 3 other men whose gifts were recognized. അവിടെ ഈ അടുത്ത ഒരു വർഷം കൊണ്ട് അവരുടെ പ്രയത്നപരമായിട്ട് സംഭവിച്ചത് പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 3 ആളുകളെ കൂടെ ഉപദേശിപ്പാൻ സമർത്ഥന്മാരായ രീതിയിൽ പരിശീലിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു. Do you want the gospel to increase in the local churches of Kerala and beyond? Well, you need gifted godly men who are full of the Holy Spirit. സ്ഥലസഭകൾക്ക് പുരോഗതി ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നേതാക്കന്മാർ സ്ഥലസഭയ്ക്ക് ഉണ്ടാകണം. So you need to find men who are gifted in your churches and fan that gift into flame. അതുപോലെ തന്നെ ദൈവകൃപയുള്ള മനുഷ്യരെ കണ്ടാൽ അവരെ പരിശീലിപ്പിക്കുകയും ശുശ്രൂഷകൾക്കായിട്ട് അവരെ തയ്യാറാക്കുകയും ചെയ്യണം. So we looked at how God uses ordinary people to plant a church, and then he uses gifted men to build up that church. അപ്പോൾ നമ്മൾ കണ്ടത് സാധാരണക്കാരായ മനുഷ്യരെ ഉപയോഗിച്ചാണ് സഭ സ്ഥാപിച്ചത്. എന്നാൽ ദൈവം പ്രത്യേക കൃപകൾ നൽകിയ ആൾക്കൂടെയാണ് ഈ സഭയെ പരിശീലിപ്പിക്കുകയും വളർത്തുകയും ചെയ്തത്. Finally, we'll look at what
a healthy church looks like. ഇതിന് അവസാനമായിട്ട് ആരോഗ്യമുള്ള ഒരു സഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു ചിത്രവും നമുക്കിവിടെ കാണാൻ പറ്റും. God produces radical Christ-likeness in the church. യഥാർത്ഥത്തിൽ അന്ത്യോക്യയിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെയുള്ള സ്വഭാവം വളർത്തിയെടുക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സാധിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. What is the church at Antioch known for? അന്ത്യോക്യയിലെ സഭ അറിയപ്പെടുന്നത് ഏത് നിലയിലാണ്? Well, first they were known for the radical love and unity for one another. അന്ത്യോക്യയിലെ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ തമ്മിലുള്ളതായിരിക്കുന്ന സ്നേഹം എന്നത് അവരെ വേർതിരിച്ച് നിർത്തിയ ഒരു കാര്യമാണ്. Just look at the leaders of the church. They're from all different backgrounds. നിങ്ങൾ അന്ത്യോക്യയിലെ സഭയുടെ നേതാക്കന്മാരെ നോക്കുക. ഈ നേതാക്കന്മാരെല്ലാം പല പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. Acts 13 verses 1 to 5, it tells you who they were. അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ സഭയിലെ നേതാക്കന്മാരാരാണ് എന്നവരുടെ പേരൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. The first one is Barnabas. He is a Jew from Cyprus. ഒന്നാമത്തെ ആൾ ബർന്നബാസ് ആണ്. അദ്ദേഹം സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപിൽ നിന്ന്, കുപ്രോസ് ദ്വീപിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു യഹൂദനാണ്. The second one was Simeon, who's called Niger. He's from Africa. രണ്ടാമത്തെ ആളുടെ പേര് ഷിമിയോൻ എന്നാണ്. നീഗർ എന്ന പേര് കൂടെ അദ്ദേഹത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കർമ്മനാണ്, ആഫ്രിക്കക്കാരനാണ്. So the third is Lucius of Cyrene. He's an Arab. ലൂസിയസ് എന്ന് പറയുന്ന ആളാണ് മൂന്നാമത്തെ ആള്. അദ്ദേഹം ഒരു അറബിയാണ്. The next one is Manaen. He's a lifelong friend of Herod the Tetrarch. That means he's an aristocrat, a member of high society. മെനയൻ എന്ന് പറയുന്ന ആള് ഹെരോദാവിനോട് കൂടെ വളർന്ന ആളാണ്. അദ്ദേഹം ഭയങ്കര കാശുകാരനും വളരെ ഹൈ ക്ലാസ് ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുമാണ്. Finally, you have Saul. He's an academic. He's a professor. He's a theologian. അവസാനമായിട്ട് നമ്മൾ വായിക്കുന്ന പേര് ശൗല് എന്ന പൗലോസിനെയാണ്. പൗലോസ് എന്ന് പറയുന്നത് ഒരു ഉപദേഷ്ടാവാണ്. അദ്ദേഹം ഒരു സെമിനാരി പ്രൊഫസർ എന്ന് ഇന്നത്തെ വാക്കുകൾ ഉപയോഗിച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. Look at all these people, so different from one another. ഇവരെല്ലാവരും പശ്ചാത്തലത്തിൽ അന്യോന്യം വ്യത്യസ്തരായിരിക്കുന്ന ആളുകളാണ്. You know, the city of Antioch had different sections of people for different groups that were there. അന്ത്യോക്യയിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തരായിരിക്കുന്ന ആളുകളോട് ഇടപെടുവാൻ പ്രാപ്തിയുള്ള വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ് അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നത്. You know, the Jews had their section, Africans had their section, Europeans their section, Indians their section, and their sections were marked off by walls. അന്ത്യോക്യയിൽ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളുള്ളതായിരിക്കുന്ന ആളുകൾ തമ്മിൽ ബന്ധമില്ലാതെ ജീവിച്ച ഒരു നഗരമാണ് അന്ത്യോക്യ. Yet in this church, the walls of separation were torn down by the love of Christ. എന്നാൽ അന്ത്യോക്യയിലെ സഭയിൽ ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ പശ്ചാത്തലങ്ങൾ അനുസരിച്ചുള്ളതായിരിക്കുന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. ആ നടിച്ചുവരെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവരെല്ലാവരും ഒന്നായി തീർന്നു എന്നാണ് കാണുന്നത്. This kind of radical diversity shows the glory of the gospel. നമ്മൾ സഭകളിലുള്ള വൈവിധ്യം, പാവപ്പെട്ടവരും പണക്കാരനും അങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന വ്യത്യസ്ത ജാതികളിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകൾ, സുറിയൻ ക്രിസ്ത്യൻ, ഇങ്ങനെയൊക്കെ പറയുന്ന വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ക്രിസ്തുവിൽ സ്നേഹത്തോടെ നിൽക്കുന്നു എന്നുള്ളത് ആ സഭയുടെ സൗന്ദര്യത്തെ കാണിക്കുന്നതാണ്. Are your churches today known for radical unity? നമ്മളുടെ സഭകൾ ഈ നിലയിൽ ഉള്ള ഐക്യതയും സ്നേഹവും പ്രദർശിപ്പിക്കുന്നു എന്നൊരു സാക്ഷ്യം നമ്മളെക്കുറിച്ചുണ്ടോ? If so, praise God. But if not, evangelism and missions will be the first thing to die. അങ്ങനെ ഒരു ഐക്യതയും സ്നേഹവും ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം പറയാനുള്ള താല്പര്യവും പോകും, സുവിശേഷ വേലയെ സഹായിക്കാനുള്ള ഹൃദയവും നഷ്ടപ്പെടും. Second thing we see about this church is they are known for their radical love for Christ, their devotion to Christ. രണ്ടാമത് ഈ സഭയെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന കർത്താവിനോടുള്ള അവരുടെ സ്നേഹമാണ്. They were first called Christians in Antioch. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് വന്നത്. Now, this name stuck for some reason. ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേര് അന്ത്യോക്യയിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെയും ക്രിസ്ത്യാനികളെ വിട്ടുപോയിട്ടില്ല. Usually names for groups come from people outside the group. സാധാരണഗതിയിൽ ഒരു സമൂഹത്തിൻ്റെ പേര് സമൂഹത്തിലുള്ള ആളുകളല്ല, വെളിയിലുള്ള ആൾക്കാരാണ് അതിന് പേര് വിളിക്കുന്നത്. The brethren people never started calling themselves brethren. The outside people started calling them brethren because they say brother, brother, brother. So they call them brethren. ബ്രദറൻകാര് എന്ന് ബ്രദറൻകാര് പേരെടുത്തതല്ല,
അവർ അന്യോന്യം ബ്രദറെ 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 എന്നൊക്കെ വിളിക്കുന്ന കേട്ടപ്പം നാട്ടുകാർ പറഞ്ഞു ഇവർ ബ്രദറൻകാരാണ് എന്ന് പറഞ്ഞു. Same with Pentecostals. Pentecostals never call themselves Pentecostals. Outside people call them Pentecostals because they're always talking about the Holy Spirit. അപ്പോൾ പെന്തക്കോസുകാർക്ക് ആ പേര് വന്നതിൻ്റെ കാര്യം പെന്തക്കോസുകാർ ആ പേരെടുത്തതല്ല. പെന്തക്കോസ് എന്ന് പറഞ്ഞ് ഇവർ പ്രസംഗിക്കുന്നത് കേട്ടപ്പം ആൾക്കാർ പറഞ്ഞു ഇവർ പെന്തക്കോസുകാരാണ് എന്ന് പറഞ്ഞു. Same with Baptist. Same with even local church. Local church people never call themselves local church. Outside people call them local church. അപ്പം നമ്മളെ തന്നെ ലോക്കൽ സ്ഥലസഭക്കാരാണെന്ന് പറയുന്നതിൻ്റെ കാര്യം സ്ഥലം സഭയാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടാണ് നമ്മളെ സ്ഥലസഭക്കാരെന്ന് ആൾക്കാർ വിളിക്കുന്നത്. So the outside people look at these people and they say, man, what do we call them? They're a mix of Jews, they're Gentiles, what do we call these people? The only thing we know is they keep talking about Christ, Christ, Christ. So let's call them Christians. അപ്പോൾ ഇവരെ ഈ അന്ത്യോക്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികളെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ കണ്ടപ്പോൾ പറഞ്ഞു ഇവരെ എന്താ ഒന്ന് വിളിക്കുക? ഇവർ യഹൂദന്മാരുണ്ട്, യവനന്മാരുണ്ട്, ജാതികളുള്ള ആൾക്കാരുണ്ട്, പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെ എങ്ങനെയാണ് വിളിക്കുക എന്ന് അവർ ചിന്തിച്ചപ്പോൾ ഇവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തു യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനി എന്നങ്ങ് വിളിച്ചേക്കാം എന്ന് അവരങ്ങ് വിചാരിച്ചു. So they got a name that showed their radical devotion to Christ. അവിടെ അവർക്ക് ആ പേര് വന്നതിൻ്റെ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന അവരുടെ സ്നേഹവും വിധേയത്വവുമാണ്. Finally, they were known for their radical generosity. Verse 27-29. മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് അവരെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് അവർക്കുള്ള ഔദാര്യ മനോഭാവമാണ്. അവസാന ഭാഗത്ത് നമ്മളത് കാണുന്നുണ്ട്. So the church is growing spiritually through Barnabas and Saul, and now prophets from Jerusalem are now coming to spend time with them. അവിടെ ബർന്നബാസും പൗലോസും അന്ത്യോക്യയിൽ അങ്ങനെ അവരെ പഠിപ്പിച്ചു. അവരെക്കുറിച്ചുള്ളതായിരിക്കുന്ന പ്രസിദ്ധി അന്നത്തെ എല്ലാ ലോകത്തിലും പ്രസിദ്ധമായി. അപ്പം യെരുശലേമിലുള്ളതായിരിക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞു എന്നാൽ നമുക്ക് അന്ത്യോക്യ വരെ ഒന്ന് പോയി അവിടെയുള്ള വിശ്വാസികളെ ഒന്ന് കണ്ടേക്കാം എന്നവരങ്ങ് തീരുമാനിച്ചു. And so a prophet called Agabus, he prophesies there that the whole world is going to have a famine. And what does the church in Antioch say? അവിടെ അഗബോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രവാചകൻ യെരുശലേമിൽ നിന്ന് വന്നു. അന്ത്യോക്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനുള്ള പ്രവചനം കിട്ടി. ലോകം മുഴുവനും ഒരു ക്ഷാമമുണ്ടാകാൻ പോകുന്നു എന്നതാണ് പ്രവചനം. അത് ക്ലൗദിയോസിൻ്റെ കാലത്ത് സംഭവിച്ചു എന്നത് നമുക്കറിയാം. അവിടെ ഈ പ്രവചനം കേട്ടപ്പോൾ അന്ത്യോക്യയിലുള്ള ആളുകൾ എന്താ ചെയ്തത്? He said, we want to help you. അപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ ധനം ശേഖരിച്ചിട്ട് കഷ്ടപ്പെടുന്ന വിശ്വാസികളെ സഹായിക്കാം എന്നവർ തീരുമാനിച്ചു. It's not like the famine was going to be in Jerusalem. The famine was going to be in the whole world. യെരുശലേമിൽ മാത്രമല്ല കേട്ടോ ക്ഷാമം, സകല ലോകത്തിലും ഉണ്ടായ ഒരു വലിയ ക്ഷാമത്തെക്കുറിച്ചാണ് അഗബോസ് പ്രവചിച്ചത്. It means the people in Antioch would also suffer. അപ്പം അന്ത്യോക്യയിലും ഉണ്ട് ക്ഷാമം. But they gave because they were more concerned about the church in Jerusalem. അവിടെ അന്ത്യോക്യയിലുള്ള ക്ഷാമം പിടിച്ച അന്ത്യോക്യയിൽ നിന്ന് കാശ് യെരുശലേമിൽ കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അന്ത്യോക്യയിലുള്ള ആളുകളുടെ ശ്രദ്ധ അന്ത്യോക്യയിലുള്ള വിശ്വാസം അല്ലെ അവർ സ്വാർത്ഥമായി അവരുടെ കാര്യം നോക്കുന്ന ആളുകളല്ല, പിന്നെയോ യെരുശലേമിലുള്ള വിശ്വാസികൾക്ക് സഹായം ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഹൃദയം. Because the church in Jerusalem was not only poor, it was also persecuted. യെരുശലേമിലുള്ളതായിരിക്കുന്ന സഭ പീഡ അനുഭവിക്കുന്ന സഭയും അതുപോലെ തന്നെ ദരിദ്രമായ ഒരു സഭയുമായിരുന്നു. So if they had a famine, that their suffering would increase even more. അവർക്ക് ക്ഷാമം ഉണ്ടായപ്പോൾ അവരുടെ കഷ്ടം മറ്റ് സഭകളെക്കാളും കൂടുതൽ ആയിരുന്നു. And so the church is moved with radical love and compassion for others who have it much worse. അവിടെ ഇവരുടെ സ്നേഹം അവർ പ്രദർശിപ്പിച്ചത് ഞങ്ങളെക്കാളും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് അവർ തീരുമാനിച്ചതാണ്. Now over the last several decades, I know God has blessed the people of Kerala financially. ഞാൻ കഴിഞ്ഞ അനേക വർഷം കേരളത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസികളെ ശ്രദ്ധിച്ചപ്പോൾ കേരളത്തിലുള്ള വിശ്വാസികളാണ് ഇന്ത്യയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ആൾ കേരളത്തിലുള്ളവരാണ്. There's a lot of prosperity. People are moving to UK, US, Australia, Gulf, and even people who are staying in India also have much better jobs and more money. അപ്പോൾ നമ്മളെ ആളുകൾ പിന്നെ UK പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു. കാശ് കേരളത്തിൽ ഒരുപാട് വന്നിയാടുന്നുണ്ട്. But with the increase in prosperity, has there been an increase in generosity? പക്ഷേ ചോദ്യമുണ്ട്, കാശ് കൂടുതൽ കിട്ടിയതനുസരിച്ച് കൊടുക്കുന്നത് കൂടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം.
with all this extra money in our pockets, are we giving money so that more people can go to the mission field? അതായത് നമുക്ക് കൂടുതൽ കാശ് കിട്ടിയപ്പോൾ നമ്മൾ തീരുമാനിച്ചുവോ ഞങ്ങളുടെ ഈ കാശ് കുറേ ഞങ്ങൾ സുവിശേഷ വേലയ്ക്കായിട്ട് കൊടുക്കാൻ പോവുകയാണ്, നമ്മളുടെ ഇടയിൽ നിന്ന് ആളുകൾ നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് പോകട്ടെ, അതിനുള്ളതായിരിക്കുന്ന കാശ് ഞാൻ കൊടുക്കാമെന്ന് തീരുമാനിച്ച എത്ര പേരുണ്ട്? Are you sending more people now to North India, or were you sending more people 20 years ago? അതായത് ഈ കാലങ്ങളിൽ ദൈവം നിങ്ങളെ കൂടുതൽ സാമ്പത്തികമായി അനുഗ്രഹിച്ചതുകൊണ്ട് കൂടുതൽ ആളുകളെ നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നു എന്ന സ്ഥിതിയാണോ, അതോ പണ്ട് ദരിദ്രന്മാരായിരുന്നപ്പോൾ അയച്ച ആൾക്കാർ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ കിടക്കണു, പുതുതായിട്ട് ആരെയും അങ്ങോട്ട് അയക്കുന്നില്ല എന്നുള്ള സ്ഥിതിയാണോ? So this church here, we see that they're generous not only with their money, but they're also generous with their people. അതുപോലെ തന്നെ ഇവർ പണം കൊടുത്ത് ആളുകളെ സഹായിച്ചു എന്ന് മാത്രമല്ല ആളുകളെ കൊടുത്തും സഹായിച്ചു എന്ന് കാണാൻ പറ്റും. It says in verse 30, they sent it to the elders by the hand of Barnabas and Saul. They sent their best people to give അവിടെ this. ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിലാണ് അവരുടെ ഈ ഔദാര്യ ദാനം അവർ യെരൂശലേമിലേക്ക് കൊടുത്തു വിടുന്നത്. അന്ത്യോക്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും കൂടിയ ആൾക്കാരാണ്, അവരെയാണ് യെരൂശലേമിലേക്ക് ആ സാധുക്കളുടെ അടുക്കലേക്ക് അയക്കുന്നത്. So they send their best people to give the gift. In chapter 13, they'll send their best people to plant churches. എന്നാൽ അന്ത്യോക്യയിലുള്ള സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 13-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമുക്കറിയാം അന്ത്യോക്യയിലുണ്ടായിരുന്ന ഏറ്റവും കൂടിയ 2 പേരെയാണ് ലോക സുവിശേഷവൽക്കരണത്തിനായിട്ട് മിഷണറിമാരായിട്ട് അവർ അയക്കുന്നത് എന്ന് നമുക്ക് കാണാം. So in closing, I want to leave us with 2 applications for us to encourage us from this text. ഈ വിഷയത്തെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ നമ്മളുടെ അനുസരണത്തിനായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. The first is that God is sovereign over church planting and missions. ദൈവം സഭാസ്ഥാപനത്തിലും സുവിശേഷവൽക്കരണത്തിലും ആത്യന്തികമായിട്ട് ദൈവം തന്നെയാണ് ആ കാര്യം ചെയ്യുന്നത്. God will build his kingdom in the way that he pleases. ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ രാജ്യം പണിയും, ദൈവത്തിൻ്റെ സഭകളെ പണിയും എന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമായ പ്രഖ്യാപനം തന്നെയാണ്. And he usually does that in ways which we could never have imagined. നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന പരിമിതമായ രീതികളിൽ മാത്രമല്ല ദൈവം തൻ്റെ വേല ചെയ്യുന്നത്. Just think about Saul. ശൗലിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. Saul was trying to kill the church and he helped to kill Stephen. And that resulted in persecution and scattering. യഥാർത്ഥത്തിൽ ശൗൽ എന്ന് പറയുന്ന ആളാണ് ഈ സഭകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നത്. സ്തേഫാനോസിൻ്റെ കാലത്തുണ്ടായ പീഡയുടെ ഏറ്റവും മുമ്പിൽ നിന്ന ആളാരാ? ശൗൽ എന്ന് പറയുന്ന ആളാണ്. സ്തേഫാനോസിനെ കൊന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നത് ശൗലാണ്. And God used the persecution of Stephen by Saul to ultimately lead to the planting of the church at Antioch. ശൗല് ഉണ്ടാക്കിയ പീഡനത്തിൻ്റെ ഫലമായിട്ടാണ് സ്തേഫാനോസ് കൊല്ലപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ആളുകൾ ചിതറിപ്പോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അന്ത്യോക്യയിലെ സഭ സ്ഥാപിക്കുന്നത്. And then God brings the guy who helped kill Stephen, he brings that guy to Antioch and makes him one of the leaders of the church. എന്നിട്ട് സ്തേഫാനോസിനെ കൊന്ന ശൗലിനെയാണ് അന്ത്യോക്യയിലെ സഭയിലെ ആളുകളെ ഉപദേശം പഠിപ്പിക്കാനായിട്ട് ദൈവം കൊണ്ടിരുന്നത്. And the church that Saul was trying to kill earlier on, the church ends up sending Saul to plant more churches all over the world. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇല്ലായ്മ ചെയ്യുവാൻ വിചാരിച്ചിരുന്ന ആ സഭകൾ തന്നെയാണ് പൗലോസിനെയും ബർന്നബാസിനെയും ലോക സുവിശേഷവൽക്കരണത്തിനായിട്ട് അയക്കുന്നത്. It's like God was saying to Saul, Saul, you're trying to kill my church? I'm going to make you one of the leaders of my church. And they're going to send you to plant churches all over the world. അവിടെ ശൗലിനോട് കർത്താവിന് പറയാനുള്ളത്, ശൗലേ, നീ കർത്താവിന് സഭയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? പക്ഷേങ്കിൽ ഞാൻ നിന്നെ മാനസാന്തരപ്പെടുത്തി സഭയുടെ, നീ ഉപദ്രവിച്ച സഭയുടെ നേതാവാക്കി അവിടെ നിന്ന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ എല്ലായിടത്തും സഭകൾ സ്ഥാപിക്കാനായിട്ട് അയക്കാൻ പോവുക. My friends, only God can write stories like this. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. So let's trust in the sovereignty of God in evangelism and missions. സുവിശേഷവൽക്കരണത്തിലും ദൈവത്തിൻ്റെ സഭയുടെ പണിയിലും ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ആത്യന്തികമായ നിയന്ത്രണത്തെക്കുറിച്ച് നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. So that's the first application, is trust. Second is to partner. ഒന്നാമത്തെ
അനുസരണത്തിൻ്റെ കാര്യമായി ഞാൻ പറഞ്ഞത് ദൈവത്തിലുള്ള നമ്മളുടെ ധൈര്യമാണ്, ദൈവത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസമാണ്, ദൈവം തൻ്റെ വേല ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവവേലയിലുള്ളതായിരിക്കുന്ന നമ്മുടെ പങ്കാണ്. Healthy churches partner with one another like parts of a body. ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന സഭകൾ അവർ ഒരുമിച്ച് ചേർന്ന് ഒരു ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ എന്ന പോലെ ഒരുമിച്ച് നിൽക്കുന്നു. I mean, just look at how Jesus is sovereignly directing his ambassadors from his throne in heaven. What is that again? Just look at how Jesus is sovereignly directing his ambassadors from his throne in heaven. അവിടെ ഈ സഭകളെ എല്ലാം നിയന്ത്രിക്കുന്നത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് തൻ്റെ തീരുമാനമനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. So Luke, the writer of Acts, he uses the imagery of the parts of the body throughout this passage. അപ്പം അതുകൊണ്ട് ലൂക്കോസ് ശരീരത്തിൻ്റെ അവയവം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു ചിത്രമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ ആകമാനം ഉപയോഗിക്കുന്നത്. Yeah, first he says the feet of those scattered traveled to Antioch. Feet. He uses the imagery of feet. അവിടെ പിന്നെ അദ്ദേഹം പറയുന്ന പ്രസ്താവന ചിതറിപ്പോയ ആളുകൾ അവരുടെ കാലുകൾ അന്ത്യോക്യയിലെത്തി എന്ന ഒരു പ്രയോഗമാണ് നമ്മൾ കാണുന്നത്. How blessed are the feet of those who bring good news. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദം, കാലുകൾ എത്ര മനോഹരം എന്ന് നമ്മൾ വായിക്കുന്നു. And then they preach the gospel with what? Their mouth. അവരുടെ അധരങ്ങൾ ഉപയോഗിച്ചാണ് അവർ സുവിശേഷം പ്രസംഗിക്കുന്നത്. And then it says the hand of the Lord was with them. Hand. എന്നിട്ട് കരങ്ങൾ, ദൈവത്തിന്റെ കരം അവരോട് ഉണ്ടായിരുന്നു. Then it says the report of the church plant came to the ears of the church in Jerusalem. Ears. യെരൂശലേമിലുള്ള സഭയുടെ ചെവിയിൽ എത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. See, God is producing unity between a fully Jewish church in Jerusalem and a majority Gentile church in Antioch. അന്ത്യോക്യയിലുള്ള ജാതീയ സഭയും യെരൂശലേമിലുള്ള യഹൂദ സഭയും അവർ ഒരു ശരീരത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. Because they're part of one body. ദൈവത്തിന്റെ സഭ ഏത് സ്ഥലങ്ങളിലായിരുന്നാലും അവർ ഒന്നാണ് എന്നുള്ളതായിരിക്കുന്ന ചിന്ത അവരുടെ ഹൃദയത്തിൽ ആവശ്യമാണ്. We see the hands, the feet, the eyes, ears, mouth of Jesus functioning as one organism directed by the head of the body. ശരീരത്തിന്റെ കാല്, കണ്ണ്, ചെവി, കരങ്ങൾ ഇവയൊക്കെ തല എന്ന കർത്താവിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനോഹരമായ ചിത്രമാണ് സുവിശേഷവൽക്കരണത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. That's why it's so important that you foster healthy partnerships with like-minded churches. അപ്പോൾ അതുകൊണ്ട് സമാന ചിന്താഗതിയുള്ള വ്യത്യസ്ത സ്ഥലം സഭകൾ ഒരുമിച്ച് ചേർന്ന് ദൈവവേലയിൽ പങ്കാളികളാകണം എന്നുള്ളതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. And I think this is one of the great strengths of the local church movement, how there's been for decades such healthy partnerships and cooperation among local churches. ലോക്കൽ സഭകളുടെ മധ്യത്തിലുള്ളതായിരിക്കുന്ന ഐക്യത എന്നത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. So please fight and pray for the unity and cooperation. അതുകൊണ്ട് ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും പരിശ്രമവും നമുക്ക് ആവശ്യമാണ്. Give sacrificially towards church planting and other Christians in need. Send your best people for mission, and maybe that best person is you. അവിടെ നിങ്ങളുടെ പണവും നിങ്ങളുടെ മറ്റ് സാഹചര്യങ്ങളുമൊക്കെ സുവിശേഷത്തിൻ്റെ വർധനവിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഏറ്റവും സഭയിലെ ഏറ്റവും കൂടിയ ആളിനെ സുവിശേഷ വേലയ്ക്കായിട്ട് മിഷൻ പ്രവർത്തനത്തിനായിട്ട് നിങ്ങൾ അയക്കണം. ഒരുപക്ഷെ ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. God started the local church movement in Kerala in the 1980s, and thousands of people have been saved and edified through this wonderful work of God. 1980-കളിലാണ് സ്ഥലസഭകൾ കേരളത്തിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം ആയിരക്കണക്കിന് ആളുകളുടെ രക്ഷയ്ക്കും വളർച്ചയ്ക്കും ഈ സഭകളെ ദൈവം അത്ഭുതകരമായിട്ട് ഉപയോഗിച്ചു. But the story of this movement is not yet over. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ചരിത്രം അവസാനിക്കുവാൻ പാടില്ല. So may the hand of the Lord be upon us all. നിങ്ങളുടെ മേൽ, നിങ്ങളുടെ സഭകളുടെ മേൽ ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. Amen. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.